നമസ്കാരം. വിഷുവൊക്കെ കഴിഞ്ഞ് എല്ലാവരും പുതിയ പ്രതീക്ഷകളോടെയും സന്തോഷത്തോടെയും മുന്നോട്ടു പോവുകയാണല്ലോ. ജീവിതമെന്ന് പറയുന്നത് എപ്പോഴും ഒരുപോലെയല്ലല്ലോ. ചിലപ്പോൾ നല്ല സമയങ്ങൾ വരും, ചിലപ്പോൾ ചെറിയ ചില ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരും. ജ്യോതിഷം നമ്മെ ഭയപ്പെടുത്താനല്ല, മറിച്ച് വരാനിരിക്കുന്ന സമയത്തെക്കുറിച്ച് ഒരു ചെറിയ സൂചന നൽകാനും പ്രതിസന്ധികളെ ചിരിച്ചുകൊണ്ട് നേരിടാൻ നമ്മെ പ്രാപ്തരാക്കാനുമാണ്. വിഷുവിന് ശേഷം വരുന്ന ഈ കുറച്ചു നാളുകളിൽ ഗ്രഹനിലയിലുള്ള മാറ്റങ്ങൾ കാരണം ചില നാളുകാർക്ക് ചില തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതോർത്ത് ആരും ഒട്ടും ഭയപ്പെടേണ്ടതില്ല. കാരണം ഏതു പ്രശ്നത്തിനും അതിൻ്റേതായ പരിഹാരങ്ങളും നമ്മുടെ പ്രകൃതിയിലും വിശ്വാസങ്ങളിലുമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നക്ഷത്രങ്ങളും അവയ്ക്കുള്ള ഫലങ്ങളും. തിരുവാതിര. സാഹസികമായ പ്രവൃത്തികൾക്കും പുതിയ സംരംഭങ്ങൾക്കും ഈ മാസം ഒട്ടും നല്ലതല്ല. ഇത് അപകടങ്ങൾക്കും ധനനഷ്ടത്തിനും കാരണമായേക്കാം. പുതിയ കാര്യങ്ങൾ ഒരു മാസത്തിന് ശേഷം തുടങ്ങുന്നതാണ് ഉചിതം. പല കാര്യങ്ങളിലും വിചാരിച്ച സമയത്ത് നടക്കാതെ തടസ്സങ്ങളും വീഴ്ചകളും വരാൻ സാധ്യതയുണ്ട്. പരിഹാരം: ശിവക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച കൂവളത്തില പേഴ്സിലോ പോക്കറ്റിലോ സൂക്ഷിക്കുക. വിഷ്ണുമായ സ്വാമിയുടെ രക്ഷാകവചം ധരിക്കുക. ഉത്രാടം. വലിയ രീതിയിലുള്ള മനപ്രയാസങ്ങളും സങ്കടങ്ങളും നേരിടാൻ സാധ്യതയുള്ള സമയമാണിത്. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിൽ പലവിധ തടസ്സങ്ങളും വിഘ്നങ്ങളും ഉണ്ടാകും. എന്നാൽ ഒന്നും ഇട്ടെറിഞ്ഞു പോകരുത്. ഒരു മാസം കഴിയുന്നതോടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരും. പരിഹാരം: ശിവക്ഷേത്രത്തിൽ നിന്നുള്ള ഭസ്മം കൈവശം വയ്ക്കുക. അതുപോലെ കരിങ്ങാലിമാല ധരിക്കുക. തിരുവോണം. ജീവിതത്തിൽ വലിയ പരീക്ഷണങ്ങളും നഷ്ടങ്ങളും ദുഃഖങ്ങളും നേരിടേണ്ടി വരുന്ന സമയമാണ്. വാഹനം ഉപയോഗിക്കുന്നവരും സാഹസിക തൊഴിലുകളിൽ ഏർപ്പെടുന്നവരും അഗ്നി, ജലം, ഉയരം എന്നിവയുമായി ബന്ധപ്പെട്ടവ പ്രത്യേകം ശ്രദ്ധിക്കണം. പരിഹാരം: ശിവക്ഷേത്രത്തിൽ നിന്നുള്ള ഭസ്മം ഒരു ചെറിയ പൊതിയാക്കി ബാഗിലോ പേഴ്സിലോ എപ്പോഴും സൂക്ഷിക്കുക. പൂരുട്ടാതി, കണ്ണേർ, പ്രാക്ക്, ദൃഷ്ടിദോഷം എന്നിവ ഏറ്റവും കൂടുതൽ ഏൽക്കാൻ സാധ്യതയുള്ള സമയമാണിത്. ചുറ്റുമുള്ളവരിൽ നിന്നുള്ള ദോഷങ്ങൾ മൂലം വലിയ രീതിയിലുള്ള മനോവിഷമവും മന്ദതയും അകാരണമായ ദുഃഖവും അനുഭവപ്പെടും. പരിഹാരം: ദിവസവും കുളി കഴിഞ്ഞ് വിഷ്ണുമായ സ്വാമിയുടെ ഭസ്മം അണിയുകയും രക്ഷാകവചം ധരിക്കുകയും ചെയ്യുക. ചിത്തിര. നല്ല സമയത്തിനായി കാത്തിരിക്കുന്നവരാണെങ്കിലും വിഷു കഴിഞ്ഞുള്ള ഈയൊരു മാസം കാര്യങ്ങൾ കടുപ്പമായിരിക്കും. ധനപരമായ ക്ലേശവും പരാജയങ്ങളും ഉണ്ടാകും. റിസ്ക്കുള്ള തീരുമാനങ്ങൾ എടുക്കരുത്. പ്രപഞ്ചം മുഴുവൻ എതിരായി നിൽക്കുന്നതുപോലെ തോന്നിയേക്കാം. പരിഹാരം: വിഷ്ണുമായ ക്ഷേത്രത്തിൽ നിന്നുള്ള ഭസ്മം നിത്യവും കുളി കഴിഞ്ഞു വന്ന് അണിയുകയും കൈവശം കരുതുകയും ചെയ്യുക. തൃക്കേട്ട. പല കാര്യങ്ങളെക്കുറിച്ചോർത്ത് സങ്കടപ്പെടുന്ന ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും ഈയൊരു മാസം. കടുത്ത മാനസിക പ്രയാസവും മനസ്സ് മടുക്കുന്ന അവസ്ഥയുമുണ്ടാകും. ഈ നക്ഷത്രക്കാരായ കുട്ടികളുള്ള മാതാപിതാക്കൾ അവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ആശ്വാസവും ധൈര്യവും നൽകണം. പരിഹാരം: വിഷ്ണുമായ പ്രസാദമായ ഭസ്മം നിത്യവും അണിയുകയും വിഷ്ണുമായ രക്ഷാകവചം ധരിക്കുകയും ചെയ്യുക. കരിങ്ങാലിമാല അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് ധരിക്കുന്നതും ദോഷം ശാന്തി നൽകും. ഉത്രട്ടാതി. ശത്രുദോഷം ഏറ്റവും കനക്കുന്ന സമയമാണിത്. അറിയുന്നവരും അറിയാത്തവരുമായ ശത്രുക്കളിൽ നിന്ന് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഉപദ്രവങ്ങൾ കൂടും. ഇത് ജീവിതത്തിൽ വലിയ തടസ്സങ്ങൾക്കും മനപ്രയാസത്തിനും നഷ്ടങ്ങൾക്കും കാരണമാകും. പരിഹാരം: വിഷ്ണുമായ ക്ഷേത്രദർശനം നടത്തി ഭസ്മം നിത്യവും അണിയുകയും വിഷ്ണുമായ രക്ഷാകവചം ധരിക്കുകയും ചെയ്യുക. അവിട്ടം. അപകടങ്ങൾ തൊട്ടടുത്ത് നിൽക്കുന്ന സമയമായതിനാൽ സാഹസികമായ കാര്യങ്ങൾക്ക് മുതിരരുത്. ഡ്രൈവിംഗ്, ദൂരയാത്രകൾ എന്നിവ ശ്രദ്ധിച്ചു മാത്രം ചെയ്യുക. രാജ്യരക്ഷാസേന, മറ്റ് ദൗത്യസംഘങ്ങൾ, പൊതുപ്രവർത്തനം എന്നിവയിൽ പ്രവർത്തിക്കുന്നവർ അതീവ ശ്രദ്ധ പുലർത്തണം.
പരിഹാരം: വിഷ്ണുമായ ക്ഷേത്രത്തിൽ നിന്നുള്ള ഭസ്മം ചെറിയ പൊതിയാക്കി എപ്പോഴും കൈവശം വയ്ക്കുക. വിഷ്ണുമായ രക്ഷാകവചം ധരിക്കുക. ഇത് അപകടങ്ങളിൽ നിന്ന് രക്ഷ നൽകും. നൂറ്റാണ്ടുകളായി നമ്മുടെ പൂർവികർ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാൻ ഉപയോഗിച്ചിരുന്ന ഏറ്റവും ശക്തിയേറിയ ഒരു വസ്തുവാണ് കരിങ്ങാലി. നവഗ്രഹ ദോഷങ്ങളെ തടഞ്ഞു നിർത്തി നിങ്ങളുടെ ശരീരത്തിനു ചുറ്റും ഒരു അദൃശ്യ കവചം തീർക്കാൻ യഥാർത്ഥ കരിങ്ങാലിക്ക് അപാരമായ ശക്തിയുണ്ട്. അപകടങ്ങളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുരക്ഷിക്കാൻ ഈ കരിങ്ങാലി ബ്രേസ്ലെറ്റ് എപ്പോഴും കൂടെ കരുതുക. വിഷുവിനു മുൻപുള്ള സമയത്തേക്കാൾ കഠിനമാണ് വിഷു കഴിഞ്ഞുള്ള ഈ കുറച്ചു നാളുകൾ. സാമ്പത്തിക തകർച്ച, വിചാരിക്കാത്ത സമയത്ത് കടന്നുവരുന്ന രോഗങ്ങൾ, ശത്രുക്കളുടെ ആക്രമണം, അപകടങ്ങൾ. എന്തിനേറെ പറയുന്നു, തൊടുന്നതെല്ലാം പരാജയപ്പെടുന്ന അവസ്ഥ. ഇതിൽ നിന്ന് കരകയറാൻ, നിങ്ങളുടെ വീട്ടിൻ്റെ ഐശ്വര്യം തിരികെ കൊണ്ടുവരാൻ ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. നിങ്ങളുടെ പൂജാമുറിയിലോ ഭവനത്തിലോ പവിത്രമായ ഒരു ശ്രീയന്ത്രം സ്ഥാപിച്ച് ആരാധിക്കുക. ശ്രീയന്ത്രമെന്നത് സാക്ഷാൽ മഹാലക്ഷ്മിയുടെ വാസസ്ഥാനമാണ്. കൃത്യമായി പൂജിച്ച ഒരു ശ്രീയന്ത്രം വീട്ടിൽ വയ്ക്കുന്നതുവഴി നിങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങളെല്ലാം മാറി അടഞ്ഞുകിടന്ന വഴികളെല്ലാം തുറക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, സമയദോഷം ആർക്കും വരാം. എന്നാൽ അത് മുൻകൂട്ടി അറിഞ്ഞു പ്രവർത്തിക്കുന്നവരാണ് ബുദ്ധിമാന്മാർ. ദോഷങ്ങൾ വന്ന് ഭവിച്ച് എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷം പരിഹാരം തേടി അലഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. വരും മുൻപേ കാക്കുക. ഞാൻ ഈ പറഞ്ഞ നാളുകാർ ഈ സമയം വളരെ കരുതലോടെ ഇരിക്കുക. കരിങ്ങാലി മാലയോ ബ്രേസ്ലെറ്റോ ധരിക്കാനും ശ്രീയന്ത്രം വീട്ടിൽ വെക്കാനും ശ്രദ്ധിക്കുക. വിശ്വാസത്തോടെ ചെയ്യുന്ന ഈ ഒരു ചെറിയ കാര്യം നിങ്ങളുടെ ജീവിതത്തെ വലിയ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷിച്ചേക്കാം. സർവ്വ ദുരിതങ്ങളും മാറി എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.